رسول الله كيف يجاء بها يا حبيب الله എങ്ങനെയാണ് നബിയേ നരകത്തെ വലിച്ചു കൊണ്ടുവരപ്പെടുന്ന രംഗം എങ്ങനെയാണ് നബിയേ? അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാണ് യൂതാ ബി ജഹന്നമ ബിസബീന അൽഫി സിമാ 70,000 ചങ്ങലകളുമായിട്ടാണ് നരകത്തെ വലിച്ചു കൊണ്ടുവരപ്പെടുന്നത്. മഅകുല്ലി സിമാമിന് 70,000 മലക്കാ. ഓരോ ചങ്ങലകളുടെ കൂട്ടയോ ഓരോ കടിനാളുകളെയും വലിക്കുന്നത് 70,000 മലക്കുകളാണ്. അങ്ങനെ 70,000 ഗുണിച്ചു നോക്കുമ്പോൾ 429 കോടി മലക്കുകൾ കൂടി നരകത്തെ വലിച്ചു കൊണ്ടുവരുന്നു. ാണ് നരകീയ ലോകത്തിന് വേണ്ടി വിധിക്കപ്പെട്ട ആളുകളുണ്ടല്ലോ. ദുനിയാവിൽ നമസ്കരിക്കാതെ, നോമ്പ് പിടിക്കാതെ, കള്ളുകുടിച്ച്, ലഹരി ഉപയോഗിച്ച്, വ്യഭിചരിച്ച്, അല്ലാഹ് ഇഷ്ടപ്പെടാത്ത, റസൂലുള്ള ഇഷ്ടപ്പെടാത്ത രീതിയിൽ ജീവിച്ച മനുഷ്യന്മാരുണ്ടല്ലോ. അവരെ പറയുകയാണ് യഖൂലു യാ ലൈതനീ ഖദ്ദംതു ലി ഹയാതീ. അല്ലാഹുവേ, ദുനിയാവിൽ 60 വർഷം ജീവിക്കാൻ അവസരം തന്നിട്ട് 70 വർഷവും 80 വർഷവും ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ ജീവിക്കാൻ അവസരം തന്നിട്ട് അതിനെ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തിയില്ലല്ല അല്ലാഹ്. ഈ അമലുകളൊക്കെ ചെയ്തുമായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് പറഞ്ഞുകൊണ്ട് നരകീയ ലോകത്തിന് വേണ്ടി വിധിക്കപ്പെട്ടവരിങ്ങനെ കരയുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുമ്പോ മനോഹരമായ പാണക്കാട് സ്വലാത്ത് നഗറിലേക്ക് കടന്നു വന്ന ഉപ്പമാരെ, ഉമ്മമാരെ, സ്നേഹം നിറഞ്ഞ യുവാക്കളെ, രക്ഷിതാക്കളെ, ആ നരകത്തിലേക്ക് പോകുന്ന പ്രവർത്തനങ്ങൾ നമ്മിൽ നിന്ന് ഉണ്ടാകാൻ പാടുള്ളതല്ല. അല്ലാഹും റസൂലും കൽപ്പിച്ചു നമ്മ ആ പാത മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കണേ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നരകത്തിന്റെ ആയത്തിങ്ങനെ ഓതി കൊടുക്കുമ്പോ സ്വഹാബത്ത് ചോദിച്ചു നബിയേ, എന്തിനാണ് നബിയേ നിങ്ങൾ ഇതിനെ കുറിച്ച് ആലോചിച്ച് കരയേണ്ട ആവശ്യം എന്താ നബിയേ? നിങ്ങൾ നാളെ സ്വർഗീയ ലോകത്തിൽ ഉന്നതമായ സ്ഥാനത്തിരിക്കേണ്ട ആളല്ലേ. ആ സമയത്ത് റസൂലുള്ള പറഞ്ഞ മറുപടി അറിയുമോ സ്വഹാബാ? ഞാൻ കരയുന്നതിന്റെ മുമ്പ് ആദ്യം നീ ആയത്തോതിയിട്ട് ഈ ആയത്ത് പറഞ്ഞ് കരഞ്ഞത് ആരെന്നറിയുമോ? എനിക്ക് ഈ ആയത്ത് ഓതി കേൾപ്പിച്ചു തന്ന ജിബ്രീലാണ്. നിങ്ങൾ ചോദിച്ച ചോദ്യം ഞാൻ ജിബ്രീലിനോട് ചോദിച്ചപ്പോ, ജിബ്രീലേ, എന്തിനാണ് നീ കരയുന്നത്? നീ നാളെ സ്വർഗത്തിൽ ഉന്നതമായ പദവിയിൽ ഇരിക്കേണ്ട ആളല്ലേ. ആ സമയത്ത് ജിബ്രീൽ മുത്തുനബിയോട് പറയുന്നു, മുത്തുനബിയേ, എന്റെ ഉസ്താദായ ശൈത്താൻ ഇബ്ലീസിന്റെ ഈമാനെ പോലും അല്ലാഹു വൈപിപ്പിച്ചിട്ടുണ്ട്. ഇബ്ലീസ് പോലും വൈപിച്ചു പോയിട്ടുണ്ട്. അവിടത്തെ ശിഷ്യനല്ലേ ഞാൻ. ഈ ജിബ്രീലിന്റെ ഈമാനെ അല്ലാഹു വലിച്ചൂരി മാറ്റുകയില്ല എന്ന് ഈ പാവപ്പെട്ട ജിബ്രീലിന് എന്ത് ഉറപ്പാണ് നബിയേ? ഇതും പറഞ്ഞുകൊണ്ട് ജിബ്രീൽ മുഖം പൊത്തി കരയുന്നു. ആ സമയത്ത് റസൂലുള്ളയോട് സ്വഹാബത്ത് ചോദിച്ചു, മൻ നജാ യാ റസൂലല്ലാഹ്?